I would just want to read a verse from the Bible for our short meditation this evening. Gospel according to St. Matthew, chapter 5, verse 3. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം എന്നീ രാത്രിയിലത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ വായിക്കുന്നു. Let me read it. God bless those who are poor and realize their need for Him, for the kingdom of heaven is theirs. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്ക് ഉള്ളത്. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഞാൻ വായിച്ചത്. നമ്മളിതിൽ നിന്ന് അനേക ചിന്തകൾ നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് എനിക്ക് നൽകിയതായ ചെറിയ ചിന്ത, ഞാൻ ഈ വേദഭാഗം വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ അതിന് ലഭിച്ചതായ ചില ചിന്തകൾ ദൈവജനവുമായി ഒന്നിച്ച് പങ്കുവയ്ക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദിവസത്തിലായിരിക്കാം. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യഗണങ്ങൾ തൻ്റെ അടുക്കൽ കടന്നു വന്ന് താൻ അവരോട് തിരുവായി മൊഴിഞ്ഞ് സംസാരിച്ച ദീർഘമായ ഒരു പ്രഭാഷണമാണ് നാം ഇവിടെ ഇന്ന് രാത്രി കാലം വായിച്ചു കേട്ടത്. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ വംശാവലിയെ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയെ കുറിച്ച് പറയുന്നു. 2-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നു. 3-ാം അധ്യായത്തിൽ യേശുക്രിസ്തു യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗവും യേശുക്രിസ്തുവിന്റെ സ്നാനവും. 4-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥയും അവിടെ വിവരിക്കുകയാണ്. 5-ാം അധ്യായം കടന്നു വരുമ്പോൾ കർത്താവ് ഒരു നീണ്ട പ്രഭാഷണം ആരംഭിക്കുകയാണ്. തൻ്റെ അടുക്കൽ കടന്നു വന്ന ശിഷ്യന്മാര് കർത്താവ് നമ്മുടെ വായിക്കുന്നത് 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. അവൻ അവരെ സൗഖ്യമാക്കി ഗലീല, ദക്കപ്പൊലി, യെരുശലേം, യഹൂദിയ, യോർദാൻ അക്കരെ എന്നിവിടങ്ങളിൽ നിന്ന് വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ കർത്താവിൻ്റെ പ്രാരംഭ കാലഘട്ടത്തിലുള്ള ശുശ്രൂഷ കർത്താവ് ആരംഭിച്ചപ്പോൾ കർത്താവിൻ്റെ അടുക്കൽ കടന്നു വന്ന ജനത്തെ കർത്താവ് സൗഖ്യമാക്കി. ചുറ്റുപാടുള്ളത് യെരുശലേമിൽ നിന്നും ദക്കപ്പൊലിയിൽ നിന്നും യഹൂദിയിൽ നിന്നും ഒക്കെ ഉള്ളതായ ജനങ്ങൾ അവൻ്റെ അടുക്കൽ കടന്നു വന്നു. 5-ാം അധ്യായം നമ്മൾ തുടങ്ങുമ്പോൾ അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു. അവൻ പുരുഷാരത്തെ കണ്ടാരെ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാരടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ, നോക്കണം, as he started his ministry, preaching, healing and teaching. That was Jesus's ministry, preaching, teaching and healing. And there's a crowd of people gathered around him, and he saw the crowd. He went up to the top of the mountain and he began to teach. And Sermon on the Mount, this Jesus begins with his sermon with the blessings. He came to the world to bless us. Acts chapter 3 verse 26, when we read that one, അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ കടന്നു വളരെ ചിന്തിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ്. പത്രോസ് സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കിൽ ഇരുന്ന് 40-ലധികം വർഷമായി നടക്കാതിരുന്ന മുടന്തനായവനെ സൗഖ്യമാക്കി അതിനോട് ചേർന്ന് നടന്ന ആ പ്രസംഗത്തിൽ താൻ പറഞ്ഞ കാര്യം പത്രോസ് ഇപ്രകാരം പറയുന്നുണ്ട്. താൻ പഴയ നിയമത്തിൽ നിന്ന് കോട്ട് ചെയ്തതിന് ശേഷം താൻ ഇപ്രകാരം പറയുന്നു, നിങ്ങൾക്കോ ആദ്യമേ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. God having raised up his servant sent him to you first to bless you by turning every one of you from your wickedness. നിങ്ങളുടെ ഓരോരുത്തരുടെയും അകൃത്യങ്ങളിൽ നിന്ന് നിങ്ങളെ തിരിക്കേണ്ടതിന്, നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് ദൈവം തന്റെ ദാസനായ യേശുവിനെ നിങ്ങൾക്ക് അയച്ചു എന്ന് പത്രോസ് ചുറ്റുമുള്ള യഹൂദ ജനത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ മലാക്കി പ്രവചനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ അവൻ കർത്താവോട് പ്രവാചകനോട് പറയുന്ന കാര്യം നോക്കുക. മലാക്കായി ചാപ്റ്റർ 4 verse 6 we read like this. ഇപ്രകാരം പറഞ്ഞിരിക്കുന്ന, അവന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. അന്ന് ഏലിയാവിനെ അയച്ചിട്ട് ഏലിയാവിന്റെ ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, പഴയ നിയമം അവസാനിക്കുമ്പോൾ the Old Testament end with a curse.
ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ഇപ്രകാരം ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത് ഇപ്രകാരം. ലെറ്റ് മീ റീഡ് ദാറ്റ് പാസേജ്. ഇറ്റ്സ് ലൈക്ക് ദിസ്. His preaching will turn the hearts of the fathers to their children and the hearts of the children to their fathers. Otherwise, I will come and strike the land with a curse. ഞാൻ വന്നിട്ട് ദേശത്തെ ശാപം കൊണ്ട് ദണ്ഡിപ്പിക്കും എന്ന് പറഞ്ഞവിടെ അവസാനിപ്പിക്കുമ്പോൾ, പഴയ നിയമം അവസാനിക്കുമ്പോൾ, പുതിയ നിയമത്തിൽ the New Testament when it comes, Jesus is starting his ministry with a blessing. Okay? Old Testament ended with a curse and the gospel begins with a blessing. ഈ കർത്താവിന്റെ ഗിരിപ്രഭാഷണം അവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും കർത്താവ് മലമേൽ കയറി ഇരുന്ന് ജനത്തെ പഠിപ്പിക്കും, പുരുഷാരത്തോട് സംസാരിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ബിബ്ലിക്കൽ സ്കോളേഴ്സ് അതിന് കൊടുത്തിരിക്കുന്ന ഒരു വേർഡാണ് Sermon on the Mountain. It's a long sermon. It goes to chapter 5, 6, and 7. And so before we go into that, I just want to bring your attention to a couple of things before we go into the Sermon on the Mountain. And I know there is a lot of things. I'm not going to take everything one by one. I stick on to the verse number 3. So before we study each of the Beatitudes, it is also known as the Beatitudes in detail, there are two general facts. പൊതുവായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, it can be seen that every one of the Beatitudes has a precise same form. ഇത് നമ്മൾ ഈ ഗിരിപ്രഭാഷണം, ഈ Beatitudes നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം തുടങ്ങുന്നത് നമ്മുടെ മലയാളം ബൈബിളിലാണെങ്കിലും ഇംഗ്ലീഷ് ബൈബിളിലാണെങ്കിലും ഒരേ ഫോമിലാണ് തുടങ്ങിയിരിക്കുന്നത്. ആത്മാവിൽ ദരിദ്രരായവർ, ദുഃഖിക്കുന്നവർ. ഇംഗ്ലീഷിൽ വരുമ്പോൾ ബ്ലസ്സഡ് 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 എന്ന് പറഞ്ഞാൽ പോകുന്നത്. ഓക്കെ, they are commonly printed in our Bible. നമ്മുടെ ബൈബിളിൽ, ഇംഗ്ലീഷ് ഇതിന്റെ ഏത് ട്രാൻസ്ലേഷൻ എടുത്താലും എക്സെപ്റ്റ് ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ, ഇറ്റ് ഈസ് ഇൻ എ ഡിഫറെന്റ് ഫോം. ഓക്കെ, ബട്ട് അതർവൈസ് the authorized version or King James version or NIV or Amplified Bible or New American Standard Bible, whichever versions that you take it, it's all begins with the blessed, blessed, blessed. Okay, but in the authorized version, the word are printed in italics. Like a blessed R-A-R-E എന്നുള്ള പദം ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് വേദപഠിതാക്കൾ പറയുന്നത്, there is no, it means that is in Greek or in Hebrew, there is no equivalent word. ഗ്രീക്ക് ഭാഷയിലോ എബ്രായ ഭാഷയിലോ അതിന് തത്തുല്യമായ ഒരു പദം ഇല്ല. എന്നാൽ പിന്നെ എന്തിനാണ് ആ ഒരു പദം ആർ എന്നുള്ള ബ്ലസ്സഡ് ആർ എന്നുള്ള പദം അവിടെ കൊടുത്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ആഡഡ് ടു ബ്രിങ് ഔട്ട് ദ മീനിങ് ഓഫ് ദ സെന്റൻസ്. ഒരു വാചകത്തിന്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രമാണ് അപ്പൊ അതവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ കർത്താവ് ഇത് സംസാരിക്കുമ്പോൾ ഗ്രീക്ക് ഭാഷയിലല്ല സംസാരിച്ചത്. കർത്താവ് ജനത്തെ, പുരുഷാരത്തോട് അവരെ പഠിപ്പിച്ചത് അരാമൈക് ഭാഷയിലാണ്. അരമൈക് ഭാഷയ്ക്കും എബ്രായ ഭാഷയ്ക്കും വളരെ കോമൺ ആയിട്ടുള്ള പദങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് സെയ്സ് ദാറ്റ്, അപ്പം ആ അരമൈക് ഭാഷയിലോ എബ്രായ ഭാഷയിലോ നോക്കുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത് ഓ ദ ബ്ലെസ്സഡ്നെസ് ഓഫ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓ ദ ബ്ലെസ്സഡ്നെസ് ഓഫ്. അതിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എബ്രായ ബൈബിളില്, ഹീബ്രു ബൈബിളില്, പഴയ നിയമത്തിൽ സങ്കീർത്തനം 1:1 ഇപ്രകാരം കൊടുത്തിരിക്കുന്നത്, നമുക്ക് ഇംഗ്ലീഷിൽ വ്യത്യസ്തമായിട്ട് കൊടുത്തിരിക്കുന്നത്, എബ്രായ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് ഓ ദ ബ്ലെസ്സഡ്നെസ് ഓഫ് ദോസ് ഹു ഡു നോട്ട് ഫോളോ ദി അഡ്വൈസ് ഓഫ് ദി വിക്കറ്റ്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെ എന്ന് പറഞ്ഞ് നമ്മൾ മലയാളത്തിൽ തുടങ്ങുമ്പോൾ എബ്രായ ബൈബിളില്, ഹീബ്രു ബൈബിളില് അത് കൊടുത്തിരിക്കുന്നത് ഓ ദ ബ്ലെസ്സഡ്നെസ് ഓഫ് ദോസ് ഹു ഡു നോട്ട് ഫോളോ ദി അഡ്വൈസ് ഓഫ് ദി വിക്കറ്റ്. അപ്പം ബിയാറ്റിറ്റ്യൂഡ്സ് മുഴുവൻ ഓതറൈസ്ഡ് വേർഷനിലോ അല്ലെങ്കിൽ ഗ്രീക്ക് ബൈബിളിലോ കൊടുത്തു കഴിഞ്ഞാൽ അതേ രീതിയിലാണ് പോകുന്നത്. ഓ ദ ബ്ലെസ്സഡ്നെസ് ഓഫ് എന്ന് പറഞ്ഞാണ് പോകുന്നത്. രണ്ടാമത്തെ കാര്യം, ദ വേർഡ് ബ്ലെസ്സഡ്, ഭാഗ്യവാന്മാർ എന്ന് നമുക്ക് ബൈബിളിൽ കൊടുത്തിരിക്കുന്നു.
അല്ലെ അനുഗ്രഹീതർ, ഭാഗ്യവാന്മാർ, which is used in the beatitude is a very special word. അതൊരു വളരെ പ്രത്യേകതയുള്ള ഒരു പദമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഗ്രീക്ക് വേർഡ്. ഗ്രീക്ക് വേർഡിൽ ഗ്രീക്ക് ഭാഷയിൽ അത് കൊടുത്തിരിക്കുന്നത് മക്കാരിയോസ് എന്നുള്ള പദമാണ് കൊടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടുള്ള വളരെ വിശദമായ വിശദീകരണം അതിന് കൊടുത്തിട്ടുണ്ട്. I'm not going to go on that one. I'm going to paraphrase it. I'm going to bring that little short meaning on that one. What that word it means. It is a Greek word makarios. This word specially describes the gods. ദൈവങ്ങൾ എന്നുള്ളതായ ഒരു വിവരണം അത് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിൽ ഗോഡ് ലൈക്ക് ജോയ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലുള്ള ദൈവത്തിലുള്ളതായ ദൈവത്തെപ്പോലുള്ള സന്തോഷം എന്നവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് വേർഡ് ഡിസ്ക്രൈബ്സ് ദാറ്റ് ജോയ് ഹാസ് ഇറ്റ്സ് സീക്രട്ട് വിതിൻ ഇറ്റ്സെൽഫ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള സന്തോഷം, ആ സന്തോഷം എന്നുള്ളത് അതിൽ തന്നെ വളരെ രഹസ്യമായി ഉൾക്കൊള്ളുന്നൊരു കാര്യമാണ്. സോ Beatitudes speaks of the joy which seek us through our pain, that the joy which sorrow, loss, pain and grief are powerless to touch, joy which shine through tears and which nothing in life or death can take away. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മളോട് പറയുന്നത്, നമ്മെ പഠിപ്പിക്കുന്നതായ ഈ അനുഗ്രഹം അല്ലെ ഈ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ദുഃഖത്തിനോ നഷ്ടത്തിനോ വേദനയ്ക്കോ അല്ലെങ്കിൽ ഒന്നിനും ശക്തിയില്ലാതാക്കുവാൻ കഴിയത്തില്ല. അത് നമ്മുടെ സങ്കടത്തിൽ, നമ്മുടെ കണ്ണുനീരിൽ വളരെ പ്രകാശിപ്പിച്ചിട്ട് നമ്മുടെ മരണത്തിനോ ഒന്നിനും നമ്മെ എടുത്തു കളയുവാൻ കഴിയാത്തതായ ഒരു സന്തോഷത്തിലേക്കാണ് നമ്മൾ നയിക്കുന്നത് എന്ന് പറഞ്ഞാൽ പൗലോസ് ചോദിക്കുന്ന പ്രകാരം ഈ ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ ആർക്ക് വേർതിരിക്കുവാൻ കഴിയും? ആ ഒരു വെല്ലുവിളിയുടെ മുമ്പിൽ കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ നഗ്നതയോ ഇതൊന്നിനും എന്നെ ദൈവസ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയുകയില്ല എന്ന് പൗലോസ് പറയുമ്പോൾ ഇതുപോലെ തന്നെയാണ് ദൈവം നമുക്ക് നൽകുന്നതായ ദൈവതുല്യമായിരിക്കുന്ന സന്തോഷം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ യാതൊന്നിനും നമ്മിൽ നിന്ന് അകറ്റുവാനായിട്ട് കഴിയത്തില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് ഇവിടെ ഈ ബിയാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ സർമൺ ഓൺ ദ മൗണ്ട് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ ദൈവരാജ്യം അവരുടേതല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്? ഓക്കെ, ഈ 3-ാം വാക്യം മുതൽ 9-ാം വാക്യം വരെ 8-ാം വാക്യം വരെ 9-ാം വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ ഒത്തിരി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് പഠിക്കാനായിട്ട് കഴിയും. So I'm not going to go on over this one. So Sermon on the Mount is the first great discourse in Matthew. മത്തായി സുവിശേഷത്തിൽ കർത്താവിന്റെ ഒരു ദീർഘമായ ഒരു പ്രഭാഷണമാണ് കർത്താവ് കൊടുത്തിരിക്കുന്നത്. It contains 3 types of materials. 3 ഘടകങ്ങളായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയും. ഈ 5-ാം അധ്യായം മുതൽ 7-ാം അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗം വരെ നമ്മൾ കടന്നു വരുമ്പോൾ 3 പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് കർത്താവിനകത്ത് പറഞ്ഞിരിക്കുന്നത്. 3 episodes. Okay, it contains 3 types of materials. ഒന്ന് beatitudes, that means declaration of the blessedness എന്ന് പറഞ്ഞാൽ ഭാഗ്യ പദവിയെ കുറിച്ചുള്ളതായ ഒരു വിളംബരം. Okay, that is chapter 5 verses 1 to 12. 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ കർത്താവ് ഭാഗ്യവാന്മാർക്കും ഭാഗ്യാവസ്ഥയെക്കുറിച്ച് അവിടെ വിവരിക്കുന്നുണ്ട്. രണ്ടാമത്തത് എത്തിക്കൽ അഡ്മോണിഷൻസ് എന്ന് പറഞ്ഞാൽ സദാചാരപരമായിട്ടുള്ള ഒരു പ്രബോധനമാണ്, വളരെ പ്രാധാന്യം അറിയിക്കുന്നതായി. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ സെക്യുലർ ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് വളരെ അധികമായിട്ട് കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ ജോലി ചെയ്യുന്ന ഫീൽഡിൽ, സോഷ്യൽ വർക്ക് ഫീൽഡിൽ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രൊഫഷണൽ എത്തിക്സ്. അപ്പം ഇതുപോലെ തന്നെയാണ് കർത്താവ് ക്രിസ്ത്യൻ എത്തിക്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം, നിങ്ങൾ എന്നോട് എഗ്രി ചെയ്യണമെന്നില്ല. ഒരു പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികം ആദരിക്കപ്പെടാത്തതോ അല്ലെങ്കിൽ അനുസരിക്കാത്തതോ അല്ലെങ്കിൽ ഫോളോ ചെയ്യാത്തൊരു കാര്യം അല്ലെങ്കിൽ പാലിക്കപ്പെടാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ ക്രിസ്ത്യൻ എത്തിക്സേ ഉള്ളൂ. അതിന് ഒരു വിലയും നമ്മൾ കൊടുക്കാറില്ല.
ഓക്കെ, അപ്പം കർത്താവ് ഇവിടെ പറയുന്നുണ്ട്, അത് 5-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം മുതൽ 20-ാം വാക്യം വരെ. ജസ്റ്റ് റീഡ് ത്രൂ ഇറ്റ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് സദാചാര ബോധത്തെ, എത്തിക്സിനെ കുറിച്ച് പറയുകയാണ്. വി ഓൾ നീഡ് ടു ഫോളോ ദാറ്റ് വൺ. ആൻഡ് തേർഡ് തിങ് is talking about the contrast between Jesus's ethical teachings and Jewish legalistic traditions. അവസാനത്തെ ഭാഗം കടന്നു വരുമ്പോൾ 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 7-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം വരെ കടന്നു വരുമ്പോൾ Jesus Christ is talking about the contrast between Jesus's ethical teaching and Jewish legalistic tradition. യഹൂദന്മാരുടെ നിയമപര അവരുടെ പാരമ്പര്യവും യേശുക്രിസ്തുവിന്റെ സദാചാരവും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പറയുന്നത്. So we need to slowly read that one and then you can compare it. Okay? So എന്നിട്ട് കർത്താവ് ഇത് ഈ ബിയാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ സെർമൺ ഓൺ ദ മൗണ്ടൻ കൊണ്ട് അവസാനിപ്പിക്കുന്നത് ഒരു ഉപമ പറഞ്ഞിട്ടാണ്. ഉപമ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് 7-ാം അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ 24-ാം വാക്യം മുതൽ കർത്താവോട് പറയുന്നത്, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നതിനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ചു, ആ വീട്ടുമേൽ അടിച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടുമേൽ അടിച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. അപ്പം 2 വിധത്തിലുള്ളതായ പണിയെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് പാറമേൽ അടിസ്ഥാനമിട്ട് പണിതതായ വീടും, ഒന്ന് മണലിന്മേൽ അടിസ്ഥാനമിട്ട് പണിതതായ വീടും. ഐ ആം നോട്ട് ഗോയിങ് ടു ഗോ ഇൻടു ദാറ്റ് വൺ. കർത്താവ് ഇത് കൊണ്ടുവന്ന് പണിയും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ this is what, if you obey these commandments, these teachings, my word, you are a wise man who builds your house on a rock. 2 വീടിനും നേരെ ഒരേ പ്രതികൂല കാലാവസ്ഥ വന്നിരിക്കുന്നു. മഴ പെയ്യുന്നുണ്ട്, കാറ്റടിക്കുന്നുണ്ട്, വെള്ളം പൊങ്ങുന്നുണ്ട്, ഒന്ന് വീണുപോയി, ഒന്ന് നിന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ ഈ ക്രിസ്തു തുല്യമായ സന്തോഷം, കോൾ ലൈക്ക് ജോയ്, നമ്മെ ഒന്നും നിന്നും മാറ്റുവാൻ കഴിയാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവിലായതുകൊണ്ടാണ്. ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ, നമ്മൾ ദൈവവചനം കേട്ട് നമ്മുടെ അടിസ്ഥാനം, if we put our foundation on Christ the solid ground, no other sinking ground, മറ്റ് ഒന്നും താണു പോകുന്ന സ്ഥലത്തല്ലാതെ നാം നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവാകുന്ന പാറമേലാണ് അടിസ്ഥാനം ഇട്ടിരിക്കുന്ന നിലയിൽ ഈ ലോകത്തിലെ എന്ത് പ്രതികൂല സാഹചര്യങ്ങളിലും നമുക്ക് നിൽക്കുവാൻ കഴിയുന്നത് നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവിലായതുകൊണ്ടാണ്. Nothing can separate us, nothing can touch us, nothing can remove us or affect our joy, cannot take away our joy from our life, because our foundation is on Christ the solid ground. Okay, so അത് പറഞ്ഞാണ് കർത്താവ് ഇത് അവസാനിപ്പിക്കുക. പിന്നീടാണ് കർത്താവിന്റെ ദീർഘമായ ആ വിവിധ നിലയിലുള്ള ശുശ്രൂഷകളെ കുറിച്ച് മത്തായി ഇവിടെ എഴുതിയിരിക്കുന്നത്. Okay, so the first 3 chapters are Sermon on the Mount. So the ending, concluding with a lot of emphasis, lot of stress, giving a parable, the importance of practicing what he has just been taught. അത് കർത്താവ് ഈ ദീർഘമായ ഒരു പ്രഭാഷണം അവരോട് പറഞ്ഞ് അവരെ പഠിപ്പിച്ചത്, അതിന്റെ പ്രാധാന്യം, അതനുസരിക്കുന്നുള്ളതായ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞാണ് കർത്താവ് അവസാനിപ്പിക്കുന്നത്. So Sermon on the Mount, call to moral and ethical living is so high. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗിരിപ്രഭാഷണം, കർത്താവിന്റെ പഠിപ്പിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ മോറലായിട്ടുള്ളത്, എത്തിക്കലായിട്ടുള്ളതായ, അത് വളരെ ഹൈ സ്റ്റാൻഡേർഡാണ്. കർത്താവ് ആരാണോ ഉന്നതനും ഉയർന്നിരിക്കുന്നവനായ കർത്താവ്, ശാശ്വതവാസിയായ കർത്താവ്, പരിശുദ്ധനും നാമമുള്ളവൻ, ആ ഉയർത്തി വസിക്കുന്നവനായ കർത്താവിന്റെ സ്റ്റാൻഡേർഡിന് ഒത്തുള്ള ഒരു ജീവിതത്തെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് വളരെ ഹൈ ആണ്. സോ ജീസസ് ഗേവ് ദിസ് സെർമൺ as a standard for all Christians, realizing that it demands and cannot be met in our own power. ഇത് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല, കർത്താവിന്റെ കൃപ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ
കർത്താവ് ഒരു രാജ്യം സ്ഥാപിക്കുമ്പോൾ ആ രാജ്യത്തിലെ, അതുകൊണ്ടാണ് മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സ്വർഗരാജ്യം എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് തന്നെ ലോങ് ടോപ്പിക് ദാറ്റ് വി ക്യാൻ സ്റ്റഡി അബൌട്ട് ഇറ്റ്. അപ്പൊ ഈ സ്വർഗരാജ്യത്തിൽ കർത്താവ് രാജാവായിരിക്കുമ്പോൾ തൻ്റെ രാജ്യത്തിൽ പാലിക്കപ്പെടേണ്ടതായ, അനുഷ്ഠിക്കേണ്ടതായ പ്രമാണങ്ങളാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. വി ഹാവ് ടു ഒബേ, വി ഹാവ് ടു പ്രാക്ടീസ് ദിസ് വൺ. സോ ഇറ്റ് ഈസ്. ഇനിയും നമ്മൾ ചിന്തിക്കുമ്പോൾ the mount of the beatitude has been compared and contrasted with the mount Horeb. ഹോരേബ് പഴയ നിയമത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ ഹോരേബ് പർവ്വതത്തിൽ ദൈവം മോശയ്ക്ക് കൊടുത്തതായ കൽപ്പനകൾ, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മോശ സീനായ് പർവ്വതത്തിൽ അല്ലെങ്കിൽ ഹോരേബ് പർവ്വതത്തിൽ കയറി ദൈവത്തോടു കൂടി ആയിരുന്നു കർത്താവ് അവിടെ കൽപ്പന കൊടുക്കുന്നുണ്ട്. മോസസ് റിസീവ്ഡ് ദ ലോ ഫ്രം ഗാഡ് അറ്റ് ദി മൗണ്ട് ഹോരേബ് ആൻഡ് ഗോഡ് അപ്പിയറിംഗ് ഇൻ തണ്ടർ. അവിടെ ദൈവം എങ്ങനെയാണ് പ്രത്യക്ഷനായത്? പുറപ്പാട് ദിവസം 19-ാം അധ്യായം കടന്നു വരുമ്പോൾ ദൈവം മോശയോട് കൽപ്പിക്കുന്നുണ്ട്, നീ ജനത്തോട് പറയും, കമാൻഡ് ദ പീപ്പിൾ, ഇൻസ്ട്രക്ട് ദ പീപ്പിൾ ടു ബി സാങ്ക്ടിഫൈ themselves for 3 days. You know, they have to be sanctified, they have to be purified themselves, they have to be holy. No one on the 3rd day that God will come down on the Mount Horeb, and no one, not even an animal, nobody should touch the bottom of the valley of the mountain. If anybody touch, that it should be stoned to death. പർവ്വതത്തിന്മേൽ ആരും തുടരുത്. 3 ദിവസത്തേക്ക് നിങ്ങൾ ശുദ്ധരായിരിക്കണം, വസ്ത്രമലക്കി വിശുദ്ധരായിരിക്കണം. 3-ാം ദിവസം ഞാൻ മലമേൽ ഹോരേബ് പർവ്വതത്തിൽ ഇറങ്ങി വരും, മേഘസ്തംഭത്തിൽ ഇറങ്ങി വരും. അവിടെ ദൈവം ഇറങ്ങി വന്നപ്പോൾ അവിടെ ഉണ്ടായ അനുഭവം മേഘം, അന്ധതമസ്, കൂരിരുട്ട്, ഇടി, മുഴക്കം, മിന്നൽ. And the people saw that and they trembled and they feared. Okay, അപ്പോൾ ദൈവം ഇറങ്ങി വന്നിട്ട് തേജസ് വസിക്കുന്നവനായ കർത്താവ്, വിശുദ്ധനായ ദൈവം ഇറങ്ങി വന്നിട്ട് അവിടെ ദൈവം പ്രത്യക്ഷനാകുമ്പോൾ ജനമെല്ലാം എന്ത് ചെയ്യുന്ന? അവർ ഭയപ്പെട്ട് ഉറയിൽ കൊണ്ടു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ അവിടെ ദൈവം മോശയോട് പറയുന്ന ഒരു കാര്യം നോക്കണം. Exodus chapter 20 verse 2, അവിടെ ദൈവം പറയുന്ന കാര്യം, ഞാനല്ലാതെ അന്യ ദൈവം നിനക്ക് ഉണ്ടാകരുത്. There shall not be no other God other than me. ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്ന് ദൈവം അവിടെ പറയുമ്പോൾ അതിന്റെ മുകളിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകരുത്, ഞാൻ നിന്റെ ദൈവമായ യഹോവയാകുന്നു. ഐ ആം യുവർ ഗാഡ്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, ഞാനല്ലാതെ ഒരു അന്യ ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്. Deuteronomy chapter 5, there are repeatedly God said so many things. ഹോരേബ് പർവ്വതത്തിൽ വെച്ച് ദൈവം കൊടുക്കുന്നതായ കൽപ്പനയിൽ. Okay, so it is that God is telling so many things. Let's take it to, turn your Bibles with me to Deuteronomy chapter 5 verses 2, 3, 6 and 28 and 32. Let's read one by one. It says that one, നമ്മുടെ ദൈവമായ യഹോവ ഹോരേബിൽ വെച്ച് നമ്മോട് ഒരു നിയമം ചെയ്തുവല്ലോ. ഈ നിയമം യഹോവ നമ്മുടെ പിതാക്കന്മാരോട് നമ്മോട് ഇന്ന് ഇവിടെ ജീവനോടിരിക്കുന്ന നമ്മോടൊക്കെയും തന്നെ ചെയ്തത്. Okay, after so many years they traveled through the wilderness. The book of Deuteronomy, when it comes to that part, Moses is telling that God made a covenant with us in the Mount Horeb, and that covenant is made with us. Verse number 3, 3-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഈ നിയമം യഹോവ നമ്മുടെ പിതാക്കന്മാരോടല്ല നമ്മോട് ഇന്ന് ഇവിടെ ജീവനോടിരിക്കുന്ന നമ്മോടൊക്കെയും തന്നെ ചെയ്തത്. He has not made it with our ancestors, but whoever is alive today, he made this one with us. Then verse number 6, 6-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ അവിടെ പറയുന്നത്, 6-ാം വാക്യത്തിൽ, അടിമവീടായ മിസ്രൈം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. Who am I? God is telling the people of Israel, I am the one who delivered you and brought you out of the Egypt from the slavery. Verse number 28, 28-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം അവിടെ മോശ ദൈവപ്രകാരം അരുളി ചെയ്യുന്നു. Verse number 28, നിങ്ങൾ എന്നോട് സംസാരിച്ച വാക്കുകൾ യഹോവ കേട്ട് എന്നോട് കൽപ്പിച്ചത്, ഈ ജനം നിന്നോട് പറഞ്ഞ വാക്ക് ഞാൻ കേട്ടു, അവർ പറഞ്ഞത് ഒക്കെയും നല്ലത്. Okay, then verse number 32,
32 വാക്യത്തിൽ, ആകയാൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യുവാൻ ജാഗ്രതയായിരിപ്പിൻ, ഇടത്തോട്ടെങ്കിലും വലത്തോട്ടെങ്കിലും മാറരുത്. 33 വേഴ്സ്, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന്, നിങ്ങൾ നന്നായിരിക്കേണ്ടതിനും, നിങ്ങൾക്ക് കൈവശമാക്കുന്നതായ ദേശത്ത് ദീർഘായുസ്സോടിരിക്കേണ്ടതിനും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴികളിലും നടന്നുകൊള്ളുവിൻ. See, look at those verses. God is very specifically telling them how to walk. You are to obey these commandments, and this covenant is made. But when they receive that one, it is with a fear, thundering, lightning, darkness. It was that one. But whereas when you come to the beatitude on the Sermon on the Mount, the disciples, the Emmanuel, the grace and the truth proceeding from his lips, and the disciples are sitting around him without any fear or tremble. ഇവിടെ കർത്താവ് മലമേൽ കയറി ഇരുന്നപ്പോൾ ശിഷ്യന്മാർ ചുറ്റും ഇരിക്കുമ്പോൾ അവർക്ക് യാതൊരു ഭയമോ അല്ലെങ്കിൽ ഒരു വിറയലോ ഒന്നുമില്ലാതെ കൃപയും സത്യവും നിറഞ്ഞവനായ കർത്താവ് തന്റെ വായിൽ നിന്നുള്ളതായ ലാവണ്യ വാക്കുകൾ കർത്താവ് അവരോട് പറയാം. So when it comes to that part, as Jesus was going on that one, he said that, Matthew chapter 5 verse 17 and 21 and 22 and 27 and 28, he said, do not think that I have come to abolish the law of prophets. I have not come to abolish them, but to fulfill. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നശിപ്പിക്കാനല്ല, അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുവാനല്ല, അതിനെ നിവർത്തിപ്പാൻ അത്രേ വന്നത്. ഇപ്പം സീനായി പർവ്വതത്തിൽ ദൈവം മോശയിൽ കൂടെ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു കൊടുത്തതായ കൽപ്പനകളെല്ലാം കർത്താവ് മാറ്റി ഒരു സൈഡിലോട്ട് വെച്ചിരിക്കുകയല്ല. ഇറ്റ്സ് നോട്ട് സച്ച് എ സൈഡ്, ബട്ട് ഇറ്റ് ഈസ് ഡീപ്ലി സ്പിരിച്വൽ. വളരെ ആത്മീയമായ ആഴമേറിയ സത്യം അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം കർത്താവ് ഇവിടെ അവർക്ക് വിവരിച്ചു കൊടുക്കുക ചെയ്യുന്നത്. നമുക്ക് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ കർത്താവ് അവരോട് പറയുന്ന കാര്യം, മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 17 കർത്താവ് ഇപ്രകാരം അവരോട് പറയുന്നു. Let me read that passage. ഞാൻ ന്യായപ്രമാണത്തെ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത്. 27-ാം വാക്യത്തിൽ കർത്താവ് പറയുന്ന കാര്യം നോക്കണം. വേഴ്സ് നമ്പർ 27, വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നു, സ്ത്രീയെ മോഹിക്കേണ്ടതിനും അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്യുന്നു. സോ കർത്താവ് ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം, പഴയ നിയമത്തിൽ പറഞ്ഞ് കർത്താവ് കൊടുത്ത പിതാവായ ദൈവം മോശയിൽ കൂടെ ഇസ്രായേൽ ജനത്തിന് കൊടുത്തതായ ആ ഉടമ്പടിയെ, അതിന്റെ അല്ലെങ്കിൽ ആ കൽപ്പനകളെ ഒന്നുകൂടെ അതിന്റെ ആഴമേറിയ അർത്ഥങ്ങളെ കർത്താവ് ഇവിടെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. സോ സർമൺ ഈസ് നോട്ട് എ പ്രസന്റേഷൻ ഓഫ് ദ പ്ലാൻ ഓഫ് സാൽവേഷൻ. ഇവിടെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഉള്ളതായ ഒരു പദ്ധതിയായിട്ടല്ല കർത്താവ് ഇവിടെ ഈ കൽപ്പനകൾ അല്ലെങ്കിൽ ഈ പഠിപ്പിക്കൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. Nor is it teaching intended to unsaved people. Okay? It was addressed to the disciples. ശിഷ്യന്മാരുടെ കർത്താവ് ഇത് പറയുന്നത്. And was intended to the constitution which was governed the king's reign. കർത്താവ് രാജാവായിട്ട് വാഴുമ്പോൾ, ഭരണം നടത്തുമ്പോൾ അവിടെ പാലിക്കപ്പെടേണ്ടതായ കാര്യങ്ങളെയാണ് കർത്താവ് ഇവിടെ പറയുന്നത്. So it was meant for the all past, present and the future who acknowledge Christ as a king. നമ്മുടെ കർത്താവിനെ നാം നമ്മുടെ കർത്താവും രക്ഷിതാവുമായി നമ്മുടെ രാജാവായി അംഗീകരിക്കുന്ന ഏത് കാലഘട്ടത്തിലുമുള്ള എല്ലാ ദൈവമക്കളും അനുകരിപ്പാനും അനുസരിപ്പാനും പാലിപ്പാനുമുള്ള ഒരു നിയമ സംഹിതയാണ് കർത്താവ് ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്നത്. സോ കർത്താവ് ഇത് പറയുമ്പോൾ തന്നെ, even though Jesus Christ was talking to his disciples, it has some flavor of the Jewish context also, the reference. That means he's talking about the council. 5-ാം അധ്യായത്തിന്റെ Matthew chapter 5 verse 22 is say that he is talking about the council. It say that one, ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്ന എല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരൻ നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. So he is telling that if you are angry with your brother,
He had to stand before the council of God. Then he is talking about the altar. അവിടെ യാഗപീഠത്തെ കുറിച്ച് പറയുന്നുണ്ട് 23 24 വാക്യം. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ വെച്ചിട്ട് നോക്കണം. അവിടെ പറയുന്നത് മൂട എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. അപ്പം പരീശന്മാരോ അല്ലെങ്കിൽ ശാസ്ത്രിമാരോ ആരെങ്കിലും കർത്താവിന്റെ അടുക്കൽ ഉണ്ടെങ്കിൽ പിൽക്കാലത്ത് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പോലും അവർ മനസ്സിലാക്കണം, ഇത് ഒരു കൂട്ടം ക്രിസ്തീയ സമൂഹത്തിന് വേണ്ടി മാത്രമല്ല. കർത്താവ് ഇത് പറയുമ്പോൾ യഹൂദന്മാരോടും അപ്പോൾ തന്നെ അതിനോട് ചേർന്നുള്ള കാര്യങ്ങൾ കർത്താവ് പറയുന്നത്. ന്യായാധിപ സഭയെ കുറിച്ച് പറയുന്നുണ്ട്, യാഗപീഠത്തെ കുറിച്ച് പറയുന്നുണ്ട്, യെരുശലേമിനെ കുറിച്ച് പറയുന്നുണ്ട്. നോക്കണം, വേഴ്സ് നമ്പർ 35 കടന്നു വരുമ്പോൾ ലുക്ക് അറ്റ് വേഴ്സ് നമ്പർ 35. 34 വാക്യത്തിൽ ഞാനോ നിങ്ങളോട് പറയുന്നു, അശേഷം സത്യം ചെയ്യരുത്. സ്വർഗത്തെ കൊണ്ട് അരുത്, അത് ദൈവത്തിന്റെ സിംഹാസനം. ഭൂമിയെ കൊണ്ട് അരുത്, അത് ദൈവത്തിന്റെ പാദപീഠം. യെരുശലേമിനെ കൊണ്ട് അരുത്, അത് മഹാരാജാവിന്റെ നഗരം. സോ യു ഷാൽ നോട്ട് സ്വെയർ, ഇടരുത്, സത്യം ചെയ്യരുത്. സ്വർഗത്തെ കുറിച്ച് അരുത്, അത് പിതാവായ ദൈവത്തിന്റെ സ്ഥലമാണ്, അത് സിംഹാസനമാണ്. ഓക്കെ, ഭൂമിയെ കൊണ്ട് അരുത്, യെരുശലേം കൊണ്ട് അരുത്, അത് മഹാരാജാവിന്റെ നഗരമാണ്. അപ്പം സോ ഇൻ ദി സെർമൺ ഓൺ ദ മൗണ്ടൻ ജീസസ് ക്രൈസ്റ്റ് referred everything. It is for all the people. It has some Jewish flavor. So it is not only intended to the believing Israelites, but is for every age who are acknowledge Jesus Christ as Messiah. അപ്പം കർത്താവിൽ വിശ്വസിക്കുന്ന യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല കർത്താവ് ഇത് പറഞ്ഞത്. ഏതൊരു കാലഘട്ടത്തിൽ 21ാം നൂറ്റാണ്ടിലും കർത്താവിനെ കർത്താവിന്റെ രക്ഷിതാവുമായി സ്വീകരിക്കുന്നതായി അംഗീകരിക്കുന്നതായി മശിയായിട്ട് അംഗീകരിക്കുന്ന എല്ലാവരും പാലിക്കേണ്ടതായി അനുസരിക്കേണ്ടതായ ഒരു സദാചാര ബോധം, ഒരു പഠിപ്പിക്കലാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. സോ ഇനിയും ഈ വാക്യത്തിൽ കടന്നു വരുമ്പോൾ ലുക്ക് അറ്റ് ദിസ് വേർഡ്സ് വെരി ക്ലോസ്ലി. ഓക്കെ, ബ്ലെസ്സഡ് ആർ ദോസ് ഹു ആർ പൂർ, ഫോർ theirs is the kingdom of God. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഇപ്പം ആരും ദരിദ്രരായിരിക്കാൻ താല്പര്യപ്പെടുന്നില്ല, നമുക്ക് ആർക്കും ഇഷ്ടമില്ല നമ്മൾ ദരിദ്രരായിരിക്കാൻ. So the world teaches that in order to be blessed, one must be powerful, rich and self-sufficient. ലോകം നമ്മെ പഠിപ്പിക്കുന്ന ഒരു തത്വസംഹിതയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാഗ്യവാനാകുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പവർഫുൾ ആയിരിക്കണം, നമുക്ക് കുറച്ച് പവർ, അധികാരങ്ങളും ശക്തിയൊക്കെ ഉണ്ടായിരിക്കണം. വി മസ്റ്റ് ബി റിച്ച്, നമ്മൾ വലിയ ധനികരായിരിക്കണം. സെൽഫ് സഫിഷ്യന്റ്, നമ്മൾ സ്വയം പര്യാപ്തത്തിലെത്തിയവരായിരിക്കണം. But Jesus teaches that to be truly blessed, one must first become poor. കർത്താവ് പഠിപ്പിക്കുന്നത് ഈ ലോകം പഠിപ്പിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം പറയുന്നത്. ലോകത്തിൽ നമ്മൾ ഭാഗ്യവാൻ, ഞാൻ പറഞ്ഞില്ല മലയാളത്തിൽ നമുക്കെല്ലാം ഭാഗ്യവാൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇംഗ്ലീഷിൽ ബ്ലസ്സഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ബ്ലസ്സഡ് ലോകപ്രകാരമുള്ള ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് we should have some power, some authority, some kind of influence, politically, socially, community wise. We should be a prominent person. We must be rich, okay, or self-sufficient. സ്വയം പര്യാപ്തത്തിൽ നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്യരുത്. എന്നാൽ കർത്താവ് പറയുന്നത് അതല്ല. What Jesus Christ is teaching us to be, who is truly blessed, the one must first become poor. എന്ന് പറഞ്ഞാൽ ആദ്യം ഭാഗ്യവാനായി തീരേണ്ടത്, അല്ലെ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരേണ്ടത് എന്താന്ന് ചോദിച്ചാൽ ആദ്യം അവൻ ആത്മാവിൽ ദരിദ്രനായിരിക്കണം. Luke chapter 6 verse 20. You can write down these verses and read it later. Blessed are you who are poor, for yours is the kingdom of God. Okay, കർത്താവ് അവരോട് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ദരിദ്രരായവർ, നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്ക് ഉള്ളത്. So in order to be rich in things of the spirit, one must become poor in things of the flesh. അപ്പം നമുക്ക് ആത്മീയമായി നമ്മൾ ധനികർ അല്ലെങ്കിൽ സമ്പന്നർ അല്ലെ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണമെന്ന് വരികിൽ ആദ്യം നമ്മൾ ജഡപ്രകാരം ദരിദ്രരായി തീരണം. So to be poor in spirit means empty oneself.
നമ്മൾ ആത്മാവിൽ ദരിദ്രരായി തീരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ, നമ്മുടെ സ്വയത്തെ നമ്മൾ ഒഴിയുന്നവരായിരിക്കണം, എംപ്റ്റി ആക്കുന്നവരായിരിക്കണം. സോ അങ്ങനെ നമ്മൾ പഠിച്ചു വരുമ്പോൾ, അതേ നിലയിൽ നമ്മൾ പഠിക്കുമ്പോൾ, there are two ways in which we can come to the meaning of this word poor. Okay, there are two Greek word that is used for this one. രണ്ട് ഗ്രീക്ക് പദങ്ങൾ അതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നിന്റെ അർത്ഥം the man who has to work for his own living. ഒരു ഗ്രീക്ക് പദത്തിൽ രണ്ട് പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഒന്നിന്റെ അർത്ഥം തൻ്റെതായ ഒരു മനുഷ്യൻ തൻ്റെതായ ജീവിത സന്ധാരണത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരുവനായിരിക്കണം. It is defined by the Greeks as described the man who is autodiaknos എന്ന് പറഞ്ഞാൽ the man who serves his own needs with his own hands എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കൈകൊണ്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നവനെയാണ് അവിടെ യവനായ ഭാഷയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ പദം വീണ്ടും ഒന്നുകൂടെ അതിനെ വിശദീകരിച്ച് കൊടുക്കുമ്പോൾ ദ വർക്കിംഗ് മാൻ, തൊഴിൽ ചെയ്യുന്നതായ അധ്വാനിക്കുന്ന ഒരു മനുഷ്യൻ. The man who has nothing, the man who is not rich but is not destitute എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒന്നുമില്ല, അവൻ ധനികനല്ല, എന്നാൽ അവൻ അഗതിയുമല്ല. He is not a destitute. സോ ഇവിടെ ഈ ഗ്രീക്ക് പദത്തിൽ പിന്നെ കൊടുത്തിരിക്കുന്നത് absolute and mean, ഹീനമായ പോവർട്ടി. ഓക്കെ, സമ്പൂർണമായി, absolutely is an object, meaning ഹീനമായ പോവർട്ടി. Basically it means from its root those who forced to their knees to beg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴങ്കാലിലിരുന്ന് യാചിക്കുവാൻ വേണ്ടി നിർബന്ധിതരായവർ. അതാ വേറെ അർത്ഥത്തിൽ കൊടുത്തിരിക്കുന്നത്. സോ ഈ രണ്ട് പദങ്ങൾ നമ്മൾ എടുത്തിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞു, കർത്താവ് ഈ ഗിരിപ്രഭാഷണം നടത്തുമ്പോൾ യവനായ ഭാഷയിലോ എബ്രായ ഭാഷയിലോ അല്ല കർത്താവ് സംസാരിക്കുന്നത്. എബ്രായ ഭാഷയ്ക്കും അരാമൈക്ക് ഭാഷയ്ക്കും തമ്മിൽ ഒത്തിരി സാമ്യങ്ങളുണ്ട്. കോൺട്രാസ്റ്റും കമ്പാരിസൺസ് ഒരുപാടുണ്ട്. ചില പദങ്ങളൊക്കെ വളരെ അർത്ഥവത്തായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്യാവുന്നതാണ്. So in this beatitude means blessed are those who are abjectly and completely poverty stricken, blessed are those who are absolutely destitute എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന കർത്താവ് ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പൂർണ്ണമായി ദാരിദ്ര്യത്താൽ പീഡിപ്പിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ അടിമപ്പെട്ടവൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലസ്ഡ് ആർ ദോസ് ഹു ആർ ആബ്സല്യൂട്ട് ഡെസ്റ്റിറ്റ്യൂട്ട്, ഒരു അഗതി ആയിരിക്കുന്ന മനുഷ്യനാണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് വെർ ഒറിജിനലി സ്പോക്സ് അരമയ്ക്ക് കൊടുത്തു കഴിയുമ്പോൾ അവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്ന പദം ഇപ്രകാരമാണ്. 4 എബ്രായ ഭാഷയിൽ അതിനെ 4 നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. Jews had a special way of using the word poor. In Hebrew the word is anai or ebion. This word has 4 meanings. 4 അർത്ഥം അതിന് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, simply poor, ലളിതമായി ദരിദ്രനായിരിക്കണം. Secondly, because of poor, therefore having no influence or power or help or prestige. അവൻ ദരിദ്രനായതുകൊണ്ട് അവന് യാതൊരു സ്വാധീനമില്ല, യാതൊരു അധികാരങ്ങളുമില്ല, യാതൊരു സഹായമില്ല, യാതൊരു പ്രസ്റ്റീജുമില്ല എന്ന് പറഞ്ഞാൽ യാതൊരു സമൂഹത്തിൽ യാതൊരു സ്ഥാനമാനങ്ങളും ഇല്ല. മൂന്നാമത്തേത്, ബിക്കോസ് ഹാവിംഗ് നോ ഇൻഫ്ലുവൻസ് therefore downtrodden and oppressed. അവന് യാതൊരു സ്വാധീനവും ഇല്ലാത്തത് കൊണ്ട് അവൻ സമൂഹത്തിൽ പീഡിപ്പിക്കപ്പെട്ടവനാണ്. He is oppressed, downtrodden. And the fourth one is because they have no earthly resources, whatever they put their whole trust in God. ഈ ലോകപ്രകാരം യാതൊരു റീസോഴ്സസും യാതൊരു വിധമായ ആശയ്ക്ക് വകയില്ലാത്തവരായതുകൊണ്ട് അവരുടെ ആശ്രയം അവർ മുഴുവനായിട്ട് കർത്താവിൽ ആക്കിയിരിക്കുന്നു. നോക്കണം, ഇവിടെ നമ്മൾ ഏറ്റവും അർത്ഥമാക്കേണ്ട ഒരു കാര്യം അതാണ്. ഈ 4ാമത്തേതാണ് ഏറ്റവും അർത്ഥവത്തായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ലോകപ്രകാരം നമുക്കൊന്നുമില്ലാതെ വരുമ്പോൾ, നമ്മൾ ഏറ്റവും ആരാലും നമുക്ക് ഒരു സഹായം ഇല്ലാതെ വരുമ്പോൾ നമ്മൾ നമ്മുടെ പൂർണ്ണ ആശ്രയം എപ്പോഴും നമ്മുടെ കർത്താവിൽ അർപ്പിക്കുന്നു. സോ എബ്രായ ഭാഷയിൽ ആ ദരിദ്രൻ എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുമ്പോൾ the humble and helpless people who put their whole trust in God. യഥാർത്ഥത്തിൽ അതാണ് നമ്മളെ കർത്താവ് ഇതാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ദരിദ്രരായവർ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ we are the humble, helpless and people who put their whole trust in God. നമ്മുടെ പൂർണ്ണ ആശ്രയം നമ്മുടെ കർത്താവിൽ സമർപ്പിക്കുന്നവരാണ് ഭാഗ്യവാന്മാരായിത്തീരുന്നത്.
കാരണം ലോകപ്രകാരം നമുക്കൊന്നുമില്ല. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, മനുഷ്യൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. നിങ്ങളെ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യനിൽ നിങ്ങൾ ആശ്രയിക്കരുത്. അവന്റെ ശ്വാസം പോകുമ്പോൾ അവന്റെ സകല പ്ലാനും പദ്ധതിയും നഷ്ടമായി പോകുന്നുണ്ട്. ഓക്കെ, നമ്മളെ ആവർത്തിച്ച് യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും യഹോവയിൽ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പ്രവചന പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. യിരെമ്യാ പ്രവചനത്തിൽ വായിക്കുന്നു, അവൻ നട്ടിരിക്കുന്നതും അക്കാലത്ത് ഫലം കായ്ക്കുന്ന ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. So the one who is trusted in God and God is in his trust, he is like a tree which is planted on the side of the river, and the leaves will not be withered in the summer, and he shall be prosper in everything. So Psalm number 34 verse 6 say that this poor man cried and heard by the Lord, and was heard by the Lord, and was saved from every trouble. That means ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല അനർത്ഥങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു എന്ന് ദാവീദ് 34-ാം സംഗീതത്തിൽ. In the sense, this poor man is a good person who is dear to God. ഈ ദരിദ്രനായിരിക്കുന്ന മനുഷ്യൻ, നമുക്കറിയാം 34-ാം സംഗീതത്തിന് എഴുതിയതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. We know the background when David wrote that Psalms. So that means he is very dear to God. He is very close to God. So that's why this poor man cried. Even though he's a king, God anointed him. Samuel anointed him according to God's command. But when he wrote that psalm, he said that I'm a poor man. I'm fully trusting in my God. I'm so dear to my God. I'm so close to my God. So because I cried, he heard my cry, and he delivered me from all my troubles. Psalm number 9 verse 18, he said that the hope of the poor shall not perish forever. ദരിദ്രന്റെ ആശയ്ക്ക് എന്നും ഭംഗം വരികയില്ല. Psalm number 35 verse 10 says that God delivers the needy. Psalm number 68 verse 10, he says, in your goodness, O God, you provide for the needy. Psalm number 72 verse 4, may he be defend the cause of the poor of the people. Psalm number 107 verse number 41, he says that he raises up the needy out of the distress and makes their families like a flocks. ദരിദ്രനെ കുപ്പയിൽ നിന്ന് നിരാശ ഉയർത്തുന്നവനായ കർത്താവ്. Psalm number 132 verse 15, I will satisfy its poor with the bread. In all these verses when we read, the poor are the humble and helpless who have put their trust in God. ഇന്ന് രാത്രി ദൈവമക്കളെ, നമ്മൾ ദൈവത്തിലായിരിക്കുമ്പോൾ ഈ ഓരോ വാക്യങ്ങളും നമ്മൾ എടുത്തിട്ട് നമ്മുടെ ജീവിതത്തോട് അപ്ലൈ ചെയ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്നും നമ്മൾ സഹായമറ്റവരാണ്. നമ്മുടെ സഹായം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മുടെ കർത്താവിൽ നമ്മൾ ആശ്രയിക്കുന്നത് കൊണ്ട് നാം ലജ്ജിച്ചു പോകാതെ നിൽക്കുന്നു. കർത്താവ് നമ്മുടെ ആശ്രയമായിരിക്കുന്നത് കൊണ്ട് ലോകത്തിലെ യാതൊരു പ്രതികൂലങ്ങൾക്കും നമ്മെ താളടിയാക്കാൻ കഴിയാതെ നമുക്കിന്നും ധൈര്യത്തോടെ ഉറപ്പോടെ പ്രത്യാശയോടെ ഈ ഭൂമിയിലായിരിക്കാൻ കഴിയുന്നു. Think about, because we trusted in God, how good our God is. Reflect on ourselves from the beginning of this year to until now, this evening. It is all God's grace that we are. It is not our power. We depend upon our God. We trust in our God, put our trust in our God. So looking from both Greek and Aramaic, it means someone who is absolutely destitute, the person who has nothing at all. ഇത്രയേ ഉള്ളൂ. അരമൈക്ക് ഭാഷയിലോ യവനായ ഭാഷയിലോ ഈ ദരിദ്രൻ എന്നുള്ള പദം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണമായ ഒരു അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ. ആബ്സല്യൂട്ട്ലി ഐ ആം എ ഡെസ്റ്റിറ്റ്യൂട്ട്. ഞാൻ ഒരു അഗതിയാണ് കർത്താവേ. ദ പേഴ്സൺ ഹു ഹാസ് നത്തിങ് അറ്റ് ഓൾ. എനിക്ക് ഈ ലോകത്തിൽ ഒന്നുമില്ല. ദൈവം തന്നതല്ലാതെ നമുക്ക് ഒന്നുമില്ല. we all could say that, looking back to so many years, that ever since we have been here, how did we come here? What we brought from our country? Maybe $8 or $10 or $20 on those days. But the material things that we own now, or what we have it now, it's not any of our ability or our strength or education or nothing. It is all God given. നമ്മൾ പാടുമല്ലോ, ഇത്ര ആഴമായി എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറയുവാൻ ഈ നാവ് പോരാ, ഈ ആയുസ് പോരാ, ഈ നാളും പോരാ. Whatever God has done in our life,
this life is not enough, this day is not enough, this whole era is not enough. So much God has blessed us. യാക്കോബ് പറഞ്ഞ പ്രകാരം ഞാൻ ഒരു വടിയോടി കൂടി അല്ലയോ യോർദാൻ കടന്നത്, ഇപ്പോൾ ഞാൻ രണ്ടു കൂട്ടമായിരിക്കുന്നു. ദൈവമക്കളെ, ഒരു കാലത്തൊന്നുമില്ലാത്തവരായിരുന്ന നമ്മെ ഇത്രത്തോളം ഭൗതികമായി നന്മ നമുക്ക് നൽകി തരിക മാത്രമല്ല, നമ്മുടെ കർത്താവിലുള്ള പ്രത്യാശയോടെ, കർത്താവിലുള്ള ആശ്രയത്തോടുകൂടി നമുക്ക് ജീവിപ്പാൻ കർത്താവ് കൃപ തന്നില്ലേ? In our life, as Jesus Christ told his disciples, do not be worried about tomorrow, what to eat or what to wear. God cares for you. Cast all your burdens upon me, I care for you. നിങ്ങളുടെ ഭാരം എന്റെ മേൽ ഇട്ടുള്ള ഞാൻ നിന്നെ പുലർത്താമെന്ന് അരുളിച്ചെയ്തവനായ കർത്താവ്. When we look into our own life, how much God has blessed us because we put our trust in God, not in the princes, not in any human beings. God has been our trust in our life. So the Hebrew or Jewish perspective, poor mean humble and helpless who put their trust in God. എബ്രായ ഭാഷയിലോ അല്ലെ യഹൂദ പാരമ്പര്യപ്രകാരം നമ്മൾ നോക്കുമ്പോൾ ഒരു ദരിദ്രൻ എന്ന് പറയുമ്പോൾ വളരെ താഴ്മയുള്ളവൻ, സഹായമറ്റവൻ, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് can we say that one, that I am a humble person, I am a helpless person, that I put my trust in God sincerely, even though we are in our own homes? I'm not seeing some of your faces, I may be able to see it, but God who sees our heart this evening, the Holy Spirit is he speaking to us? Can we say that, God, I was helpless, I was humble, I was poor, I was destitute, I put my trust in you, and because of that I am blessed today. ഇന്ന് രാത്രി കർത്താവെ, ഞാൻ ആത്മാവിൽ ഞാൻ ഭാഗ്യവാനായിരിക്കുന്നത് ഞാൻ എൻ്റെ കർത്താവിൽ ആശ്രയിച്ചതുകൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? Blessed are the poor in spirit means blessed are those who have realized their own utter helplessness and who have put their whole trust in God. നമുക്ക് സാരാംശത്തിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി നിങ്ങൾ കേട്ടതായ ഈ കാര്യങ്ങളെല്ലാം ഒന്നും ഓർത്തിരുന്നില്ലെങ്കിലും കർത്താവ് പറഞ്ഞ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ the meaning is that blessed are those who have realized their own utter helplessness എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ നിസ്സഹായ അവസ്ഥ ഞാൻ നന്നായി തിരിച്ചറിഞ്ഞു. and who have put their whole trust in God. എനിക്ക് എന്നെ തന്നെ സഹായിപ്പാൻ കഴിയത്തില്ല, ഞാൻ സഹായമറ്റവനാണ്, ഞാൻ എൻ്റെ ആശ്രയം എൻ്റെ കർത്താവിൽ ഇട്ടതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു എന്ന്, ഞാൻ ഭാഗ്യവനായി എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? If we could say so, he could realize that one, we are the blessed one. We are the blessed one. If people have realized their own utter helplessness and have put their whole trust in God, then they will become completely detached from the material things and to attach to God. ഇതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. Okay? I said we put our trust in God because we realize we are utterly failure, we are helpless. But if you realize that one, and if you put your whole trust in God, then you will completely detach from the material things and more attached to God. ഈ ലോകത്തിലെ ഭൗതികത്തിലൊന്നും നമ്മൾ ആശ്രയിക്കാതെ ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ കർത്താവിനോട് നമുക്ക് അടുത്തിരിക്കാൻ കഴിയും. കൊറവോത്തന്മാർ പാടിയിരിക്കുന്ന പ്രകാരം നിന്റെ ആലയത്തിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങൾ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിന്റെ വാതിൽ കാവൽക്കാരനായി ഇരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. ദൈവമക്കളെ, ഇന്ന് നാം കാണുന്നതെല്ലാം, ഇന്ന് നമുക്കുള്ളതെല്ലാം വിട്ടിട്ട് നാം കടന്നു പോകും. എന്നാൽ നമ്മുടെ കർത്താവിനോട് നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ദാവീദ് പറഞ്ഞു, ഞാൻ ഒരു കാര്യം ആഗ്രഹിക്കുന്നു, ഒരു കാര്യം ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ എൻ്റെ ആയുഷ്കാലം ഒക്കെയും അവന്റെ മന്ദിരത്തിൽ പാർക്കേണ്ടത് തന്നെ. ദാവീദിന്റെ ആഗ്രഹം ഒന്ന് മാത്രമായിരുന്നു. കൊട്ടാരമല്ലായിരുന്നു അവന്റെ ആഗ്രഹം, സിംഹാസനമല്ലായിരുന്നു അവന്റെ ആഗ്രഹം. ദൈവത്തിന്റെ മന്ദിരത്തിൽ നിത്യം നിരന്തരം ധ്യാനിക്കണം, ദൈവത്തെ ആരാധിക്കണം. ദാവീദിന്റെ സമയത്ത് തനിക്ക് ആലയമില്ലായിരുന്നു, തനിക്ക് ദേവാലയമില്ലായിരുന്നു. ആലയത്തിൽ താനായിരുന്ന ഇടം, ഗുഹയ്ക്കകത്താണെങ്കിൽ അവിടെ, മരുഭൂമിയാണെങ്കിൽ അവിടെ, മലമുകളിലാണെങ്കിൽ അവിടെ. പക്ഷെ തന്റെ ആഗ്രഹം ഒന്ന് മാത്രമായിരുന്നു, എവിടെയായിരുന്നാലും എനിക്ക് എന്റെ ദൈവത്തെ ആരാധിക്കണം, എനിക്ക് എന്റെ ദൈവത്തെ ധ്യാനിക്കണം, എനിക്ക് എന്റെ ദൈവത്തിന്റെ മനോഹരത്വം കാണണം. ദൈവമക്കളെ, ഇന്ന് രാത്രി നമ്മൾ എവിടെയായിരുന്നാലും നമ്മുടെ ആഗ്രഹം അത് തന്നെ ആയിരിക്കട്ടെ.
നമ്മുടെ ഭവനങ്ങളിൽ നിന്നായിരുന്നാലും ദൈവസന്നിധിയിൽ ആ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ ദൈവമായ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. സോ വി നോ ദാറ്റ് ഗാഡ് അലോൺ ക്യാൻ ബ്രിങ് ദം ഹെൽപ്പ് ആൻഡ് ഹോപ്പ് ആൻഡ് സ്ട്രെങ്ത്. നമുക്ക് ഒരു കാര്യം അറിയാം, നമ്മളെ സഹായിപ്പാൻ, നമുക്ക് പ്രത്യാശ നൽകുവാൻ, നമുക്ക് ശക്തി നൽകുവാൻ നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. only God can give us this one. ഈ ലോകത്തിന്റെ ഒന്നും നമുക്ക് പ്രത്യാശ നൽകത്തില്ല. ഈ ലോകത്ത് കാണുന്ന എല്ലാം താൽക്കാലം. It's all shadow, so it is all will pass away. It is all vanity. But only God can give us the help and hope and strength. Those who are poor in spirit have realized that the things mean nothing, that God means everything. Let me say that one. Those of you are poor in spirit have realized that the things mean nothing and that God means everything. ഈ ലോകത്തിലുള്ളതായ ഒന്നും നമുക്ക് ഒന്നുമില്ല, എല്ലാം ഒന്നുമില്ല. പക്ഷെ നമ്മുടെ എല്ലാം നമ്മുടെ ദൈവമാണ്. To be poor in spirit is not a natural quality, it is a spiritual quality. ഭൗതികമായ ലോകത്തിൽ നമ്മൾ ദരിദ്രരായിരിക്കുന്നതിലല്ല. Okay, to be poor in spirit is not a natural quality. അതൊരു സ്വാഭാവികമായിട്ടുള്ള സ്വഭാവമല്ല, ഒരു സവിശേഷതയല്ല. It is a spiritual quality. To be poor in spirit means to be inwardly humble. Many people say with their lips, I am weak, I can do nothing, but in their heart they don't believe it. ചിലർ പറയും, അയ്യോ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, ഞാൻ ശക്തിയില്ലാത്തവനാണ്, എനിക്കൊരു കഴിവുമില്ല എന്നൊക്കെ വളരെ താഴ്മയുള്ള മനോഭാവത്തോടുകൂടെ പറയും. പക്ഷെ അവിടെ ഉള്ളിൽ അവരത് വിശ്വസിക്കുന്നവരല്ല. Okay, let me say that one. To be poor in spirit means to be inwardly humble. if നമ്മുടെ ആന്തരികമായി നമുക്ക് താഴ്മയുണ്ടെങ്കിൽ അതാണ് ദൈവം നമ്മെ മാനിക്കുന്നത്. So the only practical to be practical, to be humble, God only accepts those who truly humble themselves before God. ദൈവം അംഗീകരിക്കുന്ന ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് ദൈവത്തിനെ തന്നെത്താൻ താഴ്ത്തുന്നതാണ്. യെശയ്യാപ്രവചനം 57-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ പ്രവാചകൻ പറയുന്നുണ്ട്, ഞാൻ ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമായിരിക്കുന്ന കർത്താവ്. നോക്കണം, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനും നാമമുള്ളവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോടുകൂടെ വസിക്കുന്നു. ദൈവം ആരുടെ കൂടെ വസിക്കുന്നത്? ദുഷ്ടന്മാരോടുകൂടെ കർത്താവ് വസിക്കുന്നില്ല. മനോവിനയമുള്ളവരോടുകൂടെ, താഴ്മയുള്ളവരോടുകൂടെ കർത്താവ് വസിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. God opposes the proud but gives the grace to be humble. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു. 1 പത്രോസ് 5:5 നാം അപ്രകാരം വായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പത്രോസിന്റെ ജീവിതത്തോട് ചേർന്ന് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. Peter recognized who Jesus was. He fell on his knees and exclaimed, "Go away from me, I am a sinful man." താൻ അവിടെ രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടാതിരുന്ന് കർത്താവിന്റെ വാക്ക് കേട്ട് പടകിന്റെ വലത്തുഭാഗത്തേക്ക് വല വീശി പെരുത്ത മീൻകൂട്ടം കിട്ടിയത് കർത്താവാണെന്ന് അറിഞ്ഞിട്ട് താൻ കർത്താവിന്റെ കാൽക്കൽ വീണിട്ട് പറയുകയാണ്, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, എന്നെ വിട്ടു പോകണമെന്നുള്ളത്. Jesus Christ, even though he was with God, he became poor for us. നമ്മുടെ കർത്താവ് സമ്പന്നനായിരുന്നിട്ടും തന്റെ ദാരിദ്ര്യത്താൽ സമ്പന്നരാകേണ്ടതിന് അവൻ ദരിദ്രനായി തീർന്ന ദൈവകൃപ എത്രയോ വലിയത്. ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് ദരിദ്രനായി, സമ്പന്നനായിരുന്ന കർത്താവ് ഈ ഭൂമിയിൽ കടന്നു വന്ന അവൻ ദരിദ്രനായി തീർന്നത് നമ്മെ ആത്മീയമായി സമ്പന്നരാക്കാൻ വേണ്ടിയാണ്. ഇന്ന് രാത്രിയിൽ നമ്മുടേതായ നിസ്സഹായ അവസ്ഥ, നമ്മുടേതായ സഹായം നമുക്ക് ചെയ്യുവാൻ കഴിയാത്തൊരവസ്ഥയിൽ നമ്മൾ താഴ്മയോടുകൂടെ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവർക്കുള്ളത്. ആത്മീയമായി നമ്മൾ ഓരോ ദിവസവും ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ലോകത്തോട് നമ്മൾ വിട പറഞ്ഞു നമ്മുടെ കർത്താവിനോട് അടുത്തിരുന്നുകൊണ്ട് നമ്മുടെ കർത്താവിനെ നിത്യതയിലെത്തുവാൻ ദൈവമായ കർത്താവ് ഈ രാത്രി നമുക്ക് കൃപ നൽകട്ടെ. ഈ രാത്രി ഈ വചനം കേൾക്കുവാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ദൈവസഭയുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. ഞങ്ങൾ സഭയിലുള്ള എല്ലാ കുടുംബങ്ങളെ ഓർത്ത് നിരന്തരം പ്രാർത്ഥിക്കുന്നു.